ഈ ബിഗ് ബോസിലേക്ക് നമ്മളിപ്പം ഭയങ്കര പുറത്ത് അതിഭയങ്കരമായി പ്രതികരിക്കുന്ന ആൾക്കാർ കണ്ടസ്റ്റന്റായിട്ട് വരുന്നു. നമ്മളെയാണല്ലോ മച്ചമ്പി. അകത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവർ കോണ്ടന്റ് തരുന്നില്ല, അല്ലെങ്കിൽ ഇവർ ഗെയിം കളിക്കുന്നില്ല. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്കല്ലേ അബദ്ധം പറ്റിയത്. ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഇത് മസിലൊന്നുമല്ല, മുഴുവൻ നീരാ. സീക്രട്ട് ഏജന്റ് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത്തൻ. വാക്കും പ്രവൃത്തിയും കുറെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അവനകത്ത് വെച്ചിട്ട് പറയുന്നു, ഞാനത് കണ്ടന്റ് ഞാൻ കേട്ടു, ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജന്റ് എന്ന മൃഗമല്ല, ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇറങ്ങി പിറ്റേന്ന് മുതൽ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശെന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി, സുരേഷ് ഗോപി തൊട്ട് കേരളത്തിൽ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളും പുള്ളി ഹൗസിനുള്ളിലുണ്ടായിരുന്ന വിഷയങ്ങളും ഞാൻ പോലും പുറത്തു പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഒരു പണിയില്ലേ തൊള്ളവർക്ക് അവിടെ കാണാൻ പോയിരിക്കേ. അത് ഞാൻ നീ ഇങ്ങനെ നാടകം എന്ന് പറഞ്ഞ നടക്കേണ്ട എന്തെങ്കിലും പണിക്ക് പോകാൻ നോക്ക്. ആഗ്രഹം ഇല്ലാണ്ടല്ല സുഖേട്ടാ, എനിക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൃഷി ചെയ്ത് ജീവിക്കുന്നതിനാണ് അകത്തു പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം. അതിവനില്ല. ആ ബോധം മനസ്സിലാക്കിയിട്ട് സമൂഹത്തോട് താൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം കൂടി അവനുണ്ടാവണം. അതവനില്ല. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. ഇവൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്വയം അകത്തുപോയി കഴിവില്ലാത്തവനായി മാറി. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള സകല മത്സരാർത്ഥികളെയും ആക്ഷേപിച്ചും അവരെ പരിഹസിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾക്ക് സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടാവണം. പുറത്തുനിന്ന് കാണുന്നതല്ല അകത്ത്, ഗാലറിയിൽ ഇരുന്ന് കാണുന്നതല്ല കളിക്കുന്നത്. ഞാൻ രസയാണ്, നാട്ടിക്കരുത്, പബ്ലിക്കിന് പേരുണ്ടാവില്ല.